സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ഫ്രിക്ഷൻ. എന്താണ് സ്റ്റാറ്റിക്സും ഡൈനാമിക്സും എന്ന് അറിയാമോ? റെസ്റ്റ് ഇരിക്കുന്ന ഒരു ബോഡിയെ പറ്റി ഡീല് ചെയ്യുന്നതാണ് സ്റ്റാറ്റിക്സ്. അതേസമയം ഒരു മൂവിങ് ബോഡിയെ പറ്റി ഡീല് ചെയ്യുന്നതാണ് ഡൈനാമിക്സ്. മനസ്സിലായല്ലോ? റെസ്റ്റ് ഇരിക്കുന്ന ബോഡിയെ പറ്റി ഡീൽ ചെയ്യുന്ന സ്റ്റാറ്റിക്സും ഒരു മൂവിങ് ബോഡിയെ പറ്റി ഡീൽ ചെയ്യുന്നത് അനാലിസിസുമാണ് ഡൈനാമിക്സ്. ഫ്രിക്ഷൻ. അപ്പോൾ സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക് ഫ്രിക്ഷൻ പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ഫ്രിക്ഷൻ എന്ന് പഠിക്കാം. Whenever a body moves or tends to move over another body, a force opposite to the direction in which the body moves or tends to move is developed at the contact surfaces. This force is called frictional force or simply friction. ഒന്നുമില്ല, എം മാസുള്ള ഒരു ഒബ്ജക്റ്റ് ഒരു സർഫസ് ഇരിക്കുക. അപ്പോൾ നമ്മൾ ഒരു ലോഡ് പി എന്ന് പറഞ്ഞൊരു ലോഡ് കൊടുത്തു, അപ്ലൈഡ് ലോഡ് പി കൊടുത്തു. അപ്പോഴേക്ക് ഏത് ഡയറക്ഷനാണ് പോകുന്നത്? റൈറ്റ് സൈഡിലോട്ട് ആ ബ്ലോക്ക് മൂവ് ചെയ്യാണല്ലോ നമ്മൾ പി കൊടുക്കുന്നത്, നമ്മൾ പുഷ് ചെയ്യുകയാണല്ലോ അങ്ങോട്ട്. അപ്പോഴേക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ കോൺടാക്ട് സർഫസിനും ആ ബ്ലോക്കിന്റെ ഇടയിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടു അപ്ലൈ ലോഡ്. കാരണം പി വലത്തോട്ടും ഫ്രിക്ഷണൽ ഫോഴ്സ് ഇടത്തോട്ടും അല്ലേ, അപ്പോൾ ഓപ്പോസിറ്റ് അപ്ലൈ ലോഡാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കും? നോർമൽ റിയാക്ഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്പം ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൻ. ഈ മ്യൂ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന്റെ പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. എഫ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൻ. ഇതിലെ ഡബ്ല്യു ഡിനോട്ട് ചെയ്യുന്നത് വെയിറ്റ് ആണ്. ഡബ്ല്യു ഈക്വൽ ടു എം ജി. ഫ്രിക്ഷൻ്റെ ഒരു മെയിൻ കോഴ്സ് എന്താണ്? സർഫസ് റഫ്നെസ് ആണ്. അതൊന്നുമില്ല, നമ്മളൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൽ കൂടെ ആണല്ലോ, ഇപ്പം ഒരു പെട്ടിയൊക്കെ വലിച്ചുകൊണ്ട് വരുവാണെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസിൽ കൂടെ വലിച്ചുകൊണ്ട് വരാനില്ല എളുപ്പം. റഫ് ആയിട്ടുള്ള സർഫസിൽ കൂടെ വലിച്ചുകൊണ്ട് വരാൻ പാടില്ലേ. അപ്പോൾ റഫ്നെസ് കൂടുകയാണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ കൂടും. അതേസമയം സർഫസ് സ്മൂത്ത് ആണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ 0 ആയിരിക്കും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. വെൻ വി അപ്ലൈ ഫോഴ്സ് വിച്ച് ഈസ് സ്മോൾ ദ ബോഡി വിൽ നോട്ട് മൂവ് ബിക്കോസ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ്. നമ്മളൊരു ചെറിയ ഒരു ഫോഴ്സ് കൊടുത്തു, ബോഡി മൂവ്മെന്റ് ഒന്നും ഇല്ല ആ ബോഡിക്ക്. കാരണം എന്നാ? അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് കൂടുതൽ. അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ ഫോഴ്സ് കൊടുത്താലേ ബോഡി മൂവ് ചെയ്യത്തുള്ളൂ. എൻ ഈക്വൽ ടു ഡബ്ല്യു, പി ഈക്വൽ ടു എഫ്, പി ഈക്വൽ ടു അപ്ലൈഡ് ലോഡ് ഈക്വൽ ടു എഫ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൻ. അതായത് മുകളിലോട്ട് പോകുന്നത് നോർമൽ റിയാക്ഷനും താഴോട്ട് വരുന്ന വെയിറ്റും കൂടി ഈക്വൽ ആണെന്ന് പറയും. എന്നാൽ ഇക്വിലിബ്രിയത്തിൽ നിൽക്കത്തുള്ളൂ. ഡബ്ല്യു ഈക്വൽ ടു എം ജി. അപ്പോൾ എൻ ഈക്വൽ ടു എം ജി എന്ന് പറഞ്ഞ് കിട്ടും. എഫ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൻ. അത് നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ നമ്മൾ പഠിച്ചതാണ്. അപ്പം എഫും പിയും കൂടി ബാലൻസ് ചെയ്താൽ ഇക്വിലിബ്രിയത്തിൽ നിൽക്കത്തുള്ളൂ. അപ്പം പി ഈക്വൽ ടു എഫ്. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ഫ്രിക്ഷൻ. ആസ് വി ഇൻക്രീസ് ദ ഫോഴ്സ് പി, നമ്മൾ ആദ്യം ഒരു സ്മോൾ ലോഡാണ് കൊടുത്തതെന്ന് പറഞ്ഞു. ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ഇൻക്രീസ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് അതിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സും ഡയറക്ട്ലി ഇൻക്രീസ് ചെയ്യും. അത് എങ്ങനെ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. ആ ഫിഗർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എ എന്ന് പറഞ്ഞ പോയിന്റ് വരെ കണ്ടോ, ലീനിയർ ആയിട്ടില്ല പോകുന്നത്. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സും അപ്ലൈഡ് ഫോഴ്സും ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. നമ്മൾ അപ്ലൈഡ് ലോഡ് കൂട്ടി കഴിയുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സും ഇൻക്രീസ് ചെയ്യും. പക്ഷെ ഒരു പോയിന്റ് എത്തും. ബട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ഇൻക്രീസ് ഓൺലി അപ് ടു എ സർട്ടൻ ലിമിറ്റ് വിച്ച് ഈസ് കോൾഡ് ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴേക്കും നമ്മൾ, അതാണ് എ എന്ന് പറഞ്ഞ പോയിന്റാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. നമ്മൾ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴേക്കും ഫ്രിക്ഷണൽ ഫോഴ്സിനെക്കാളും പി എക്സീഡ് ചെയ്യും. പി എക്സീഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്താ, ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ലേശം ഒന്ന് കുറഞ്ഞിട്ട് പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. കാരണം ആ പോയിന്റ് കഴിയുമ്പോഴേക്കും എന്താ, ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ലോഡ് കൊടുത്തു. അപ്പോഴേക്ക് ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും. ഒന്നുമില്ല, നമ്മളൊരു കട്ടിലോ എന്തെങ്കിലും പിടിച്ച് വലിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്ത് വലിക്കുമ്പം ഒന്നും വരത്തില്ല. കുറച്ചുകൂടെ ശക്തിക്ക് വലിച്ചു കഴിയുമ്പോഴേക്കും അത് മൂവ് ചെയ്യാൻ തുടങ്ങും. പിന്നെ മൂവ് ചെയ്തിട്ട് പതുക്കെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളിങ്ങനെ അങ്ങ് കോൺസ്റ്റന്റ് ഒരു ലോഡ് അങ്ങ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ അതിന് കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇഫ് യു ഇൻക്രീസ് ദ അപ്ലൈഡ് ലോഡ് പി ബിയോണ്ട് ദിസ് വാല്യൂ ബോഡി സ്റ്റാർട്ട് മൂവിങ്. അപ്പോൾ ഈ 0 എ വരെ ഉള്ളതെന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റാറ്റിക് ആണ് ഡീൽ ചെയ്യുന്നത്. അതായത് അവിടെ മോഷൻ ഒന്നും ഇല്ല, ബോഡി മൂവ് ചെയ്യുന്നില്ല. എ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം മൂവ് ചെയ്യുന്നുള്ള പോയിന്റ് നിൽക്കുക. അപ്പോൾ മാക്സിമം ആയിട്ടുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അത് കഴിയുമ്പോഴേക്കുമാണ് ബോഡി മൂവ് ചെയ്യാനും തുടങ്ങും. അപ്പോൾ എന്താ, അത് കഴിഞ്ഞിട്ട് ബോഡി മൂവ് ചെയ്യുമ്പോൾ എന്താ, കൈനറ്റിക് ഫ്രിക്ഷൻ കംസ് ഇൻ ടു പ്ലേ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൺ ദ വേർജ് ഓഫ് മോഷൻ. ഇപ്പോൾ മൂവ് ചെയ്യുന്നുള്ള കണ്ടീഷൻ നിൽക്കുന്നതാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. എഫ് എസ് ഇക്വൽ ടു മ്യൂ എസ് ഇൻറ്റു എൻ. സ്റ്റാറ്റിക് ഇക്വേഷന്റെ കണ്ടീഷൻ എഫ് എസ് ഇക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു എഫ് എൻ. ഈ ലെസ് ദാൻ എന്ന് പറയുന്ന കണ്ടീഷൻ എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് ലീനിയർ ആയിട്ട് പോകുന്ന കാണിച്ചില്ലേ, അതിൽ ലീനിയർ ആയിട്ട് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വരെ പോകുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്ലൈഡ് ലോഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് പോകുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. കൈനറ്റിക് ഫ്രിക്ഷൻ. When the body starts moving, frictional force will suddenly drops to certain value. A തൊട്ട് സി എന്ന് പറഞ്ഞ വാല്യൂ ആയിട്ട് കാണിച്ചല്ലോ, അത് കഴിഞ്ഞിട്ട് അത് റിമെയിൻ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അതിന്റെ പേരാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. അതായത് ബോഡി മൂവ് ചെയ്യുന്ന കണ്ടീഷനാണ് ഈ കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ ഇതിന്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ഈക്വൽ ടു മ്യൂ കെ ഇൻറ്റു എഫ് എൻ. അതായത് കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ.
നേരത്തെ പഠിച്ചത് കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ ആ ഫിഗറിൽ നിന്ന് മനസ്സിലാവും കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ ഏതാ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അത് ഏതിൽ നിന്നായിരിക്കും കൂടുതൽ, കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനേക്കാളും കൂടുതലായിരിക്കും, ഫ്രിക്ഷൻ ഫോഴ്സിനെക്കാളും കോയിഫിഷ്യന്റ് കൈനറ്റിക് ഫ്രിക്ഷനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും കൈനറ്റിക് ഫ്രിക്ഷനേക്കാളും കൂടുതൽ. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ കൈനറ്റിക് ഫ്രിക്ഷനേക്കാളും കൂടുതലാണ്. ഇതൊരു എക്സാമ്പിൾ ഞാൻ പറയുവാണ്. ഇപ്പോൾ ആ ഫിഗറിൽ കണ്ടോ, അപ്പോൾ രണ്ടുപേര് ആ കാറ് തള്ളുക. ആ കാറ് തള്ളുമ്പം അധികം ഫോഴ്സ് കൊടുക്കുന്നില്ല, ബോഡി മൂവ്മെന്റ് ഒന്നും ഇല്ല, അത് സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. ഇപ്പം നമ്മൾ അപ്ലൈ കൊടുത്ത ലോഡും ഫ്രിക്ഷണൽ ഫോഴ്സും പതുക്കെ കൂട്ടി നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ഫ്രിക്ഷണൽ ഫോഴ്സും ഇങ്ങോട്ട് തിരിച്ച് റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആയിട്ട്. അതേസമയം വേറെ രണ്ടുപേരും കൂടെ വന്നു, അപ്പോഴേക്ക് അപ്ലൈഡ് ലോഡ് കൂടി. അപ്ലൈഡ് ലോഡ് കൂടി കഴിയുമ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എത്തി കഴിഞ്ഞിട്ട് ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാളും അപ്ലൈഡ് ലോഡ് കൂടി, അപ്പോൾ ബോഡി മൂവ് ചെയ്തു, ആ കാർ ഫ്രണ്ടിലോട്ട് പോയി. എന്താണ് ഇപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡൈനാമിക് ഫ്രിക്ഷന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞേ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിംഗ് ബിറ്റ്വീൻ ടു സർഫസസ് വിച്ച് ആർ അറ്റംപ്റ്റ് ടു മൂവ് ബട്ട് ആർ നോട്ട് മൂവിങ്. അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എവിടുന്ന് തുടങ്ങുന്നത്, രണ്ട് സർഫസ് റെസ്റ്റ് ഇരിക്കുന്ന ബോഡിയെ പറ്റി ഡീൽ ചെയ്യുന്ന കണ്ടീഷനാണ് തന്നെ പറഞ്ഞത്. അപ്പോഴേക്കും അവിടെ മൂവ്മെന്റ് ഒന്നും ഇല്ല. അതേസമയം ഡൈനാമിക് ഫ്രിക്ഷനോ, ടു സർഫസസ് വിച്ച് ആർ ഇൻ മോഷൻ അഗെയിൻസ്റ്റ് ഈച്ച് അതർ. അതായത് ബോഡിക്ക് മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി ഡീൽ ചെയ്യുന്നതാണ് ഡൈനാമിക് ഫ്രിക്ഷൻ. അപ്പം കംസ് ഇൻ ടു പ്ലേ വരുന്ന ഏതാണ്, ഡൈനാമിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഏതാ, അറ്റ് റെസ്റ്റ് ആയിട്ടുള്ള സർഫസിൽ, മറ്റേതിന് മോഷൻ അഗെയിൻസ്റ്റ് ഈച്ച് അതർ. ലീനിയർ പ്രൊപ്പോർഷൻ ആയിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഫോഴ്സസ് അണ്ടിൽ ഇറ്റ് റീച്ചസ് ദ മാക്സിമം വാല്യൂ. ഡൈനാമിക് ഫ്രിക്ഷൻ ഓഫ് കോൺസ്റ്റന്റ്, ഒരു പോയിന്റ് എത്തി കഴിഞ്ഞിട്ട് പിന്നെ ഡൈനാമിക് ഫ്രിക്ഷൻ കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ക്യാൻ ബി സീറോ. അതെങ്ങനെ മനസ്സിലായി, കാരണം സീറോയിൽ നിന്ന് തന്നെയല്ലേ തുടങ്ങുന്നത്, ബോഡി അറ്റ് റെസ്റ്റിലല്ലേ. ഡൈനാമിക് ഫ്രിക്ഷൻ കാനോട്ട് ബി സീറോ. കാരണം എന്താ, അറ്റേ പോയിന്റ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ ജസ്റ്റ് ഒന്ന് താഴോട്ട് വന്നിട്ട് പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയല്ലേ, അത് ഒരിക്കലും സീറോ ആകത്തില്ലല്ലോ. Fs equal to mu into N. Fs എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ബോഡി മൂവ് ചെയ്യുന്ന കണ്ടീഷൻ ഈക്വൽ ടു Ff equal to mu k into F എന്ന് പറയുന്ന ഇവിടുത്തെ റിയാക്ഷൻ തന്നെയാണ് കേട്ടോ, N ആണ്. It has greater magnitude as the value of coefficient of friction is more. അവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും മാക്സിമം വാല്യൂ, കാരണം എന്നാ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും കൂടുതലും നമ്മൾ പറഞ്ഞു. ഇപ്പോൾ എക്സാമ്പിൾ മാൻ മൂവിങ് എ റോക്ക്, അവിടെ ബോഡിക്ക് മൂവ്മെന്റ് ഒന്നും ഇല്ലല്ലോ, അതായത് റോക്കിന് മൂവ്മെന്റ് ഒന്നും ഇല്ലല്ലോ, സ്റ്റഡി ആയിട്ട് നിൽക്കുക തന്നെയല്ലേ. അപ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന ഫ്രിക്ഷണൽ ഫോഴ്സും അപ്പോഴും ലോഡ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അതേസമയം ഡൈനാമിക് ഫ്രിക്ഷൻ അവിടെ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ വീൽസ് ഓഫ് എ മൂവിങ് ബൈസൈക്കിൾ, അവിടെ എന്താണ്, അവിടെ മൂവ്മെന്റ് ഉണ്ട്. ഇത് നമ്മൾ ആ ഗ്രാഫ് കാണിച്ചിരിക്കുന്നതാണ്. എക്സാമ്പിൾ വെച്ച് നമുക്ക് മനസ്സിലാവും. എ 1 kg ബ്ലോക്ക് റെസ്റ്റിംഗ് ഓൺ എ സർഫസ് വിത്ത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആസ് 0.1. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്, ആ ബോഡിയുടെ ആ സർഫസിന്റെ ഇടയിലുള്ള ഫ്രിക്ഷന്റെ കോഎഫിഷ്യന്റ് 0.1. സർഫസിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.1. എ ഫോഴ്സ് 0.8 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ടു ദ ബ്ലോക്ക്. അതായത് ആ പി എന്ന് പറഞ്ഞ ലോഡ് കണ്ടോ, അതാണ് 0.8. അസ്യൂം G equal to 10 m/s². ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണ്, അപ്പോൾ നമ്മൾ ഇതിനെ ഇക്വേറ്റ് ചെയ്തേ. താഴോട്ട് പോകുന്ന ഫോഴ്സ് മുകളിലോട്ട് പോകുന്ന ഫോഴ്സ് N equal to W എന്ന് പറയുന്നത് mg. W എന്ന് പറഞ്ഞ വെയിറ്റ് എല്ലാവർക്കും അറിയാം. പിന്നെ മുകളിലോട്ട് പോകുന്നത് N എന്ന് പറയുന്നത് mg. അപ്പോൾ നമുക്ക് എഴുതിയേ. അപ്പം M എന്ന് പറയുന്നത് എത്രയാ, 1 kg ബ്ലോക്കാണ് മാസ്. അപ്പം G എന്ന് പറയുന്നത് 10 m/s². അപ്പം 10 ന്യൂട്ടൺ എന്ന് കിട്ടി വെയിറ്റ്. അപ്പം നോർമൽ റിയാക്ഷൻ എത്ര, 10 ന്യൂട്ടൺ കിട്ടി. പിന്നെ നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വാല്യൂ mu into N ആണ്. മ്യൂയുടെ വാല്യൂ 0.1 തന്നിട്ടുണ്ട്. 0.1 into 10 ചെയ്യുമ്പോൾ 1 ന്യൂട്ടൺ ആൻസർ കിട്ടും. പക്ഷെ 1 ന്യൂട്ടൺ അല്ല അതിലത്തെ ആൻസർ. പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ 1 ന്യൂട്ടൺ, ആ ബോഡി ഫ്രിക്ഷണൽ ഫോഴ്സ് അതിന് 1 ന്യൂട്ടൺ ആണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എത്രയാ, 0.8 ന്യൂട്ടനേ ഉള്ളൂ. ഏതാ കൂടുതൽ, 1 ന്യൂട്ടൺ അല്ലേ കൂടുതൽ. നമ്മൾ അതിൽ കുറവ് ഫോഴ്സ് കൊടുത്താൽ ബോഡിക്ക് മൂവ്മെന്റ് ഒന്നും ഉണ്ടാകത്തില്ലല്ലോ. ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാളും കൂടുതൽ ഫോഴ്സ് കൊടുത്താലല്ലേ, നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാളും കൂടുതൽ ഒരു ഫോഴ്സ് കൊടുത്താലേ അവിടെ ബോഡിക്ക് മൂവ്മെന്റ് ഉണ്ടാകത്തുള്ളൂ. ബിക്കോസ് F is maximum friction force, body is not moving. F is directly proportional. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു അപ്ലൈഡ് ലോഡ് ആണെന്നല്ലേ പറഞ്ഞത്. നമ്മൾ ആ ഫിഗറിൽ കണ്ടത് ലീനിയർ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് 0.8 ന്യൂട്ടൺ തന്നെയാണ്. ഇപ്പം അപ്ലൈഡ് ലോഡ് 1 ന്യൂട്ടൺ കൊടുത്താൽ എന്താ, 1 ന്യൂട്ടൺ കൊടുത്താൽ 0.1 into 10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 തന്നെ കിട്ടും. അപ്പോൾ അത് ലിമിറ്റിംഗ് ഫ്രിക്ഷനെ കണ്ടിട്ടില്ല, മാക്സിമം വാല്യൂലെത്തി. കാരണം പിയും ഇത് മാക്സിമം വാല്യൂലെത്തി. ഇപ്പം 2 ന്യൂട്ടൺ കൊടുത്താലോ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഒന്നേ ഉള്ളൂ. 2 ന്യൂട്ടൺ കൊടുത്താൽ അപ്ലൈഡ് ലോഡ് 2 ഉണ്ട്. അപ്പോൾ ഏതാ, അപ്ലൈഡ് ലോഡിന്റെ ഡയറക്ഷൻ തന്നെ മൂവ്മെന്റ് ഉണ്ടാകും. ഇത്രേ ഉള്ളൂ സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക് ഫ്രിക്ഷൻ. താങ്ക് യു.